പിന്നെ ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് ജോലി ചെയ്യുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ പരിഹാരത്ത്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ കിട്ടുന്ന സമയത്തൊന്നും പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് വന്നതാണ്. ക്ലാസ്സിൽ വന്നപ്പോ മാർക്ക് ചെയ്യണല്ലോ മറ്റേ അറ്റൻഡൻസിൽ ലെവൽ 1 സ്റ്റുഡന്റ് ഏത് ലെവലിൽ. അപ്പൊ ലെവൽ 0 ഉണ്ടോന്നാ ഞാൻ ആദ്യം നോക്കിയത്. എന്നുവെച്ചാൽ 1 ആണെന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കൂടെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം തന്നെ 1 അല്ല, ഞാൻ 2-ലെത്തി എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. ഇനി ചിത്രത്തിൽ മോശമായാലും ഞാൻ കോൺഫിഡന്റ് ആണ്. അത് കുറച്ചുകൂടെ ഒന്നുമില്ലെങ്കിൽ ഷെയ്ഡിങ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതിൽ എത്രത്തോളം ഉണ്ടെന്നില്ലെങ്കിലും ഒരു ചിത്രം കണ്ടാൽ അതിൽ എവിടെയൊക്കെ ലൈറ്റ് ആൻഡ് ഷേഡ് വേരിയേഷൻ ഒക്കെ വരുന്നതൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുറച്ചൊരു സമയം അതല്ലെങ്കിൽ നമുക്കൊരു മനസ്സുണ്ടെങ്കിലേ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് കിട്ടുമെന്ന് എനിക്കിപ്പം കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. ചെയ്തിട്ട് എനിക്ക് ആദ്യത്തെ 1-2 ചിത്രത്തിലൊക്കെ ഞാൻ വലിയ പറയത്തക്ക വേരിയേഷൻ ഒന്നും ഇല്ല. പറഞ്ഞതുപോലെ അവിടെ ഇങ്ങനെ ഷെയ്ഡിങ് മെത്തേഡ് ഇങ്ങനെയെന്ന് പറയുമ്പോൾ വീഡിയോ കേട്ട് ചെയ്യുന്നു എന്നുള്ളത് വെച്ചാല് എനിക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ആദ്യം ആ ഒരു 2 കൈ വരച്ചപ്പോഴും പിന്നെ ഞാൻ ഇങ്ങനെ സ്മഡ്ജ് ചെയ്തിട്ടൊക്കെ എങ്ങനെ ഒപ്പിക്കുക ചെയ്ത് എനിക്ക് പറ്റുന്നില്ല, എങ്ങനെയാണ് അവിടെ ഡാർക്ക് ഷെയ്ഡ് വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് നെക്സ്റ്റ് റിപ്പീറ്റ് വന്ന 2ാമത്തെ കൈ വരുമ്പോഴേക്കും എനിക്ക് ഏകദേശം ഞാൻ 2 കൈയും കൂടെ വെച്ച് നോക്കിയപ്പോ എനിക്ക് തന്നെ ഞാൻ ബെറ്റർ ആവുന്നുണ്ട് എന്ന് തോന്നി. അപ്പൊ നമ്മൾ കുറച്ച് ടൈം എന്തായാലും ഇൻവെസ്റ്റ് ചെയ്താൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടും. 10 മെമ്പേഴ്സിൻ്റെ ഫാമിലി ഫോട്ടോ ഒരു ഗോളുണ്ട്. വേറെ എന്തെങ്കിലും ഗോളുണ്ടോ ആർട്ടിൽ? ഏതോ ഒരു ചിത്രം കണ്ടത് ഈ സുകുമാരന്റെ ആർട്ടിസ്റ്റ് കൊണ്ട് സിനിമയിലെ അവരുടെ ഫാമിലി പുള്ളി ഇല്ലാതെ തന്നെ അവര് ഏതൊരു ആർട്ടിസ്റ്റ് ചെയ്തതാ, ആരാന്ന് പറഞ്ഞാൽ ഓർക്കുന്നില്ല. അത് കണ്ടപ്പോഴും ഇവിടുത്തെ ഹസ്ബൻഡ് അച്ഛൻ കുറെ മുന്നേ മരിച്ചു പോയതാ. അച്ഛന്റെ ഒരു നല്ല ക്ലാരിറ്റി ഫോട്ടോ ഒന്നും ഇല്ല. ഞാൻ അതുപോലെ തന്നെ എന്റെ അച്ഛന്റെ ഒരു ഫോട്ടോ അച്ഛൻ മരിച്ചതാ. ഈ 2 അച്ഛന്മാരുടെയും ഒരു നല്ലൊരു ഫോട്ടോ നേരെ നോക്കിയിട്ടുള്ള ഒരു ഫേസിലെ ഫോട്ടോ ഇല്ല. രണ്ടാളുടെ വേറെ ഒരാളുടെ ആൽബത്തിൽ നിന്നൊക്കെ കുറച്ചിട്ട് എന്റെ അച്ഛൻ്റെ ഒരു ചെറിയ നമ്മളെ A5-ന്റെ ആ സൈസിലുള്ള ഒരു ഫോട്ടോ ആണ് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട്. നല്ല അതിലും കൂടുതൽ സൂം ചെയ്താൽ ക്ലാരിറ്റി ഉണ്ടാവില്ല പറഞ്ഞിട്ട്. അപ്പോ അതൊന്നും 2 പേരുടെയും ഒന്ന് വരക്കണം എന്നുള്ള ഒരു ആഗ്രഹം.